അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 5ാം ക്ലാസ്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിശോധിക്കാം. ഫിഖ് ആണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ശരീഉത്തരത്തിന്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. മയ്യിത്ത് നിസ്കാരത്തിലെ തക്ബീറുകൾ 4, 5, 3. 4 ശരിയുത്തരം. ഒരാൾക്ക് വേണ്ടി ഫിത്ർ സക്കാത്ത് കൊടുക്കണം. 4 സോഅ്, 1 സോഅ്, 1 മുദ്. 1 സോഅാണ് കൊടുക്കേണ്ടത്. അറഫ നോമ്പ് നോൽക്കുന്ന മാസം ഷഅബാൻ, മുഹറം, ദുൽഹിജ്ജ. ദുൽഹിജ്ജയാണ് ശരി. കച്ചവട സാധനങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണം. 25%, 2%, 2.5%. 2.5% ഒരു ശരിയുത്തരം. ഇസ്ലാം നിരോധിച്ച കാര്യം ധൂർത്ത്, വിവാഹ സദ്യ, ഷെയർ ബിസിനസ്. ധൂർത്താണ് അതിന്റെ ശരിയുത്തരം. കുട്ടികൾക്ക് വിൽക്കാൻ പാടില്ല മത്സ്യം, പച്ചക്കറി, സ്വർണം. സ്വർണമാണ് ഇതിന്റെ ശരിയുത്തരം. ചേരുംപടി ചേർക്കുക. ജംറകൾ സ്ഥിതി ചെയ്യുന്നു. സി, മിനയിലാണ് ജംറകൾ സ്ഥിതി ചെയ്യുന്നത്. മസ്ജിദുൽ അരീഷ് സ്ഥിതി ചെയ്യുന്നു. ഈ, ബദറിലാണ് മസ്ജിദുൽ അരീഷ് സ്ഥിതി ചെയ്യുന്നത്. നിക്കാഹ് നടത്തൽ സുന്നത്താണ് മസ്ജിദിൽ വെച്ച്. ആണ് അതിന്റെ ശരിയുത്തരം. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഉള്ളത് ബി, ഉഹദിലാണ്. ബി ആണ് അതിന്റെ ശരിയുത്തരം. ഹാജിമാർ ദുൽഹിജ്ജ 9 നിൽക്കും. എവിടെ? അറഫയിൽ. ഡി ആണ് അതിന്റെ ശരിയുത്തരം. വിട്ട ഭാഗം പൂരിപ്പിക്കുക. നോമ്പിലുള്ള തെറ്റുകൾ ഡാഷ് ശുദ്ധീകരിക്കും. ഫിത്ർ സക്കാത്ത് ശുദ്ധീകരിക്കും. 20 മിസ്കാൽ ഏകദേശം ഡാഷ് ഗ്രാമാണ്. 85 ഗ്രാമാണ്. 20 മിസ്കാൽ മയ്യത്തിന്റെ ഡാഷ് മണ്ണിലേക്ക് ചേർത്തി വെക്കണം. കവിൾ. ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാൻ ഡാഷിനെ കൂടുതൽ ഓർക്കുന്നവനാണ്. മരണത്തെ കൂടുതൽ ഓർക്കുന്നവനാണ്. വധുവും വരനും മുസ്ലിമാവൽ ഡാഷിന്റെ ഷർത്താണ്, നിക്കാഹിന്റെ ഷർത്താണ്. മാതാപിതാക്കളുടെ ഖബർ എല്ലാ ഡാഷിലും സിയാറത്ത് ചെയ്താൽ ദോഷങ്ങൾ പൊറുക്കും. എല്ലാ വെള്ളിയാഴ്ചയും. ഒറ്റവാക്കിൽ ഉത്തരമെഴുതുക. ജന്നത്തുൽ ബഖീഅ് മക്കയിലോ മദീനയിലോ? മദീനയിൽ. സക്കാത്തിന്റെ അവകാശികൾ എത്ര? 8. മുഹറം 10 നോമ്പിന് പറയുന്ന പേര് ആഷൂറാ. മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരത്തിന് ലഭിക്കുന്ന പ്രതിഫലം എത്ര? 1,00,000 പ്രതിഫലം. തവാഫ് ചെയ്യുമ്പോൾ കഅബ ഏതു ഭാഗത്താവണം? ഇടതുഭാഗത്താവണം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബർ മക്കയിൽ എവിടെ? ജന്നത്തുൽ മുഅല്ലയിൽ. ഒറ്റ വാചകത്തിൽ ഉത്തരമെഴുതുക. ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ ജീവിക്കണം? പരസ്പര സ്നേഹത്തോടെ സഹകരിച്ചും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും ജീവിക്കാൻ ഭാര്യ ഭർത്താക്കന്മാർ ബാധ്യസ്ഥരാണ്. ഇസ്ലാം കൽപ്പിച്ച കടമകൾ പരസ്പരം പാലിച്ച് ജീവിക്കണം. ഇസ്ലാം കൽപ്പിച്ച കടമകൾ പരസ്പരം പാലിച്ച് ജീവിക്കണം. ഇതാണ് ഇതിന്റെ ആൻസർ കേട്ടോ. മയ്യത്ത് ഖബറിലേക്ക് ഇറക്കുമ്പോൾ എന്ത് ചൊല്ലണം? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്. സക്കാത്ത് നിർബന്ധമുള്ള വസ്തുക്കൾ ഏതെല്ലാം? സ്വർണം, വെള്ളി, ഭക്ഷ്യധാന്യം, മുന്തിരി, ഈത്തപ്പഴം, ആട്, മാട്, ഒട്ടകം. നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. എപ്പോഴൊക്കെ? നോമ്പ് തുറക്കുമ്പോഴും പരലോകത്ത് തന്റെ റബ്ബിനെ കാണുമ്പോഴും. ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് എപ്പോൾ? ശവ്വാൽ മാസപ്പിറവി കണ്ടതു മുതൽ. സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ ലഭിക്കുന്ന നേട്ടത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? നരകത്തിൽ നിന്ന് 70 വർഷത്തെ വഴിദൂരം അകറ്റും. അള്ളാഹു അവനെ നരകത്തിൽ നിന്ന് 70 വർഷത്തെ വഴിദൂരം അകറ്റും. ഉംറക്ക് നിയ്യത്ത് ചെയ്യണം എങ്ങനെ? നവീത്തുൽ ഉംറത വഅഹറംതു ബിഹാ ലില്ലാഹി തആല. ഞാൻ ഉംറ ചെയ്യാൻ കരുതി അള്ളാഹു തആലക്ക് വേണ്ടി ഇഹ്റാം ചെയ്തു, ഉംറ കൊണ്ട് ഇഹ്റാം ചെയ്തു എന്ന് നിയ്യത്ത് വെക്കുക. ഇനി കുറിപ്പ് എഴുതുക. 5 വരിയിൽ കുറയരുത്. മയ്യിത്ത് നിസ്കാരത്തെക്കുറിച്ച് എഴുതാനാണ്. അതായത്
മയ്യിത്ത് നിസ്കാരം 4 തക്ബീറുകളാണുള്ളത്. ഒന്നാമത്തെ തക്ബീറിൻ്റെ ശേഷം ഫാത്തിഹയും, രണ്ടാമത്തെ തക്ബീറിന് ശേഷം ഇബ്രാഹിമിയ സ്വലാത്തും, മൂന്നാമത്തെ തക്ബീറിന് ശേഷം മയ്യിത്തിന് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസ്ലഹു എന്ന് തുടങ്ങുന്ന മയ്യിത്തിന് വേണ്ടിയുള്ള ദുആ. നാലാമത്തെ തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്ന് ചൊല്ലിയിട്ട് സലാം നിന്നുകൊണ്ട് സലാം വീട്ടുക. ഇതാണ് മയ്യിത്ത് നിസ്കാരത്തിൻ്റെ രൂപം. അപ്പോൾ മയ്യിത്ത് നിസ്കാരത്തിനെ കുറിച്ച് എഴുതിയാൽ 6 മാർക്കും കിട്ടും. നോമ്പിൻ്റെ മഹത്വം ബുക്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. നോമ്പിൻ്റെ മഹത്വം ആരെങ്കിലും അല്ലാഹു തആലയുടെ മാർഗത്തിൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ അവനെ 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അല്ലാഹു അകറ്റും. നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. നോമ്പ് തുറക്കുമ്പോഴും പരലോകത്ത് തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും. നിങ്ങൾ ആരോഗ്യവാന്മാരാകുമെന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ സുന്നത്ത് നോമ്പുകളൊക്കെ ഉൾപ്പെടുത്തിയാൽ ഫുൾ മാർക്ക് ലഭിക്കും.